لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദു സാലിഹീനിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ദുആകളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ചെറിയ ദുആകളാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയാണ്, അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ ദുആഇഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅമൽ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു, കാന യഖൂലു ഫീ ദുആഇഹി, അവിടുത്തെ ദുആയിൽ അവിടുന്ന് പറയാറ് പതിവുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅമൽ. ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അധിക ആളുകൾക്കും ഒരുപക്ഷെ മുൻപരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കണമെന്നാണ് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്. എന്താണ് ഈ കൊച്ചു പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. റബ്ബിനോടുള്ള ഇസ്തിആദത്താണ്, രക്ഷാതേട്ടമാണ്, കാവൽ തേട്ടമാണ്. ധാരാളം കാവൽ തേട്ടങ്ങളുള്ള പ്രാർത്ഥനകൾ ഇതിനകം നമ്മൾ കേട്ടുകഴിഞ്ഞു, ഇനിയും വരാൻ പോകുന്നുണ്ട്. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, അഭയം ചോദിക്കുകയാണ്. മിൻ ശർരി മാ അമിൽതു, ഞാൻ ചെയ്തിട്ടുള്ളവയുടെ ഷർറിൽ നിന്ന്. അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, ചെയ്തു. ഞാൻ ചെയ്തതിൻ്റെ ഷർറിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി മാ ലം അഅമൽ, ഞാൻ ചെയ്തിട്ടില്ലാത്തതിൻ്റെ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. ഇവിടെ എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്നത്? അള്ളാഹുവേ, ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഷർറ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോഴും പൊതുവെ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രവാചക വ്യക്തിത്വത്തിന് അവിടുന്ന് വലിയ പരിശുദ്ധിയുള്ള കളങ്കമേശാത്ത ഹൃദയത്തിൻ്റെ ഉടമയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒരുപാട് പാപം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഷർറ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മാതൃകയാക്കുവാനും നമ്മൾ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനുമൊക്കെയാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്ന അർത്ഥത്തിലല്ല. അതല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ തിന്മകൾ
എന്ന അർത്ഥത്തിലും അല്ല. ഇത് നമുക്ക് മാതൃകയാക്കുവാനും നമ്മൾ പഠിക്കുവാനും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുവാനുമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഇത്തരം ദുആകളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഷർറ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മുൻകഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാകും. ആ പ്രവർത്തനങ്ങളിൽ ഖൈറുമുണ്ടാകും, ഷെറുമുണ്ടാകും. ഷെറായ കാര്യങ്ങൾ, എൻ്റെ അമലുകളിൽ എന്തൊക്കെ ഷെറ് കഴിഞ്ഞു പോയി എന്നെനിക്ക് അറിഞ്ഞൂടാ. റബ്ബേ, നിന്നോട് ഞാൻ അതിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ തന്നെ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ, ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതിലൊക്കെ ഷെറുകൾ വന്നിട്ടുണ്ടാകും. എങ്ങനെ? ആ പ്രവർത്തനങ്ങളൊക്കെ ഖൈറാണ്. പക്ഷെ നമ്മുടെ ഇഖ്ലാസില്ലായ്മ കൊണ്ട്, നമ്മുടെ ശ്രദ്ധ തെറ്റിയതുകൊണ്ട്, പല വിധത്തിലുള്ള മേഖലകളിലേക്ക് നമ്മുടെ ചിന്തകൾ ചിതറിപ്പോയതുകൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്ത അമലുകളിൽ ഒരുപാട് ഷെറുകൾ കടന്നുപോയിട്ടുണ്ടാകാം. റബ്ബേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. മിൻ ശർരി മാ അമിൽതു. അമിൽതു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത്. ഞാൻ ചെയ്തതിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നമ്മുടെ പാപങ്ങളും അതിൽപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ എന്തൊക്കെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയോ അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. റബ്ബേ, ആ ഷെറുകളൊന്നും എനിക്ക് ഏൽക്കാതെ നിന്റെ കാവലുണ്ടാകണേ. ഇതാണ് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. തുടർന്നു കൊണ്ട് പറയുന്നത് വമിൻ ശർരി മാ ലം അഅമൽ. വമിൻ ശർരി മാ, ഒന്നിൻ്റെ തിന്മയിൽ നിന്നും. അതേതാണ്? ലം അഅമൽ, ഞാനത് ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്തിട്ടില്ലാത്തതിനെങ്ങനെയാണ് തിന്മയുണ്ടാവുക എന്ന് പറഞ്ഞാൽ, വരാൻ പോകുന്ന ജീവിതം, കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയത് മനസ്സിലുണ്ടാകണം. വരാൻ പോകുന്ന ജീവിതം എൻ്റെത് വളരെ നല്ല നിലക്കായിരിക്കും എന്ന് എനിക്ക് എന്തോ ഉറപ്പാണുള്ളത്. അതുകൊണ്ട് വരാൻ പോകുന്ന ജീവിതത്തിൽ എന്നിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലും ഖൈറും ഷെറുമൊക്കെ ഉണ്ടാകാം. റബ്ബേ, ഷെറുകളെ നീ തടുക്കണം, ഷെറുകൾ വരാതെ നീ നോക്കണം, നിന്റെ കാവലുണ്ടാകണം. ഇതാണ് വമിൻ ശർരി മാ ലം അഅമൽ. ഞാൻ ചെയ്തിട്ടില്ലാത്തതിൻ്റെ ഷെറിൽ നിന്ന്, ഞാൻ ചെയ്തിട്ടുള്ളവയുടെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅമൽ. ഇതാണ് ഈ പ്രാർത്ഥന. ഇനി മറ്റൊരു പ്രാർത്ഥന, അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോനായ അബ്ദുള്ളയാണ്. അദ്ദേഹം പറയാണ്, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അവരൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയിൽ പെട്ടതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇടക്ക് എപ്പോഴും പ്രാർത്ഥിക്കും, അവരിത് കേൾക്കുന്നുണ്ട്, അത് നബി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 4 കാര്യങ്ങളിൽ നിന്ന് ഈ ഹദീസിലൂടെ, ഈ ദുആയിലൂടെ അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട്. ഇതും ഒരുപക്ഷെ പലർക്കും മനപ്പാടമുണ്ടാകില്ല, മനപ്പാടമാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവൽ ചോദിക്കുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, മിൻ സവാലി നിഅമതിക, നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്നതില്ലെന്ന്. സവാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നീങ്ങിപ്പോവുക. നിഅമത്ത് എന്ന് പറഞ്ഞാലോ നിഅമത്ത് തന്നെ, നമ്മൾ സാധാരണ പ്രയോഗത്തിലുള്ളതാണ്. ഇപ്പം നിഅമതിക, റബ്ബേ, അല്ലാഹുവേ, നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. രണ്ടാമത്തെ ഭാഗം വതഹവ്വുലി ആഫിയതിക, നീ നൽകുന്ന ആഫിയത്തുണ്ടല്ലോ, അത് മാറിപ്പോകുന്നതില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ആഫിയത്ത്, സൗഖ്യം. തഹവ്വുല് എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോവുക.
തഹവ്വുൽ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം, ആഫിയത്തിൽ നിന്ന് ആഫിയത്തില്ലായ്മയിലേക്കുള്ള മാറ്റം, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മൂന്നാമതായി ചോദിക്കുന്നത് വഫുജാഅതി നിഖ്മതിക. ചില റിപ്പോർട്ടിൽ വഫുജ്അതി നിഖ്മതിക എന്നും കാണാൻ സാധിക്കും. ഫുജാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പെട്ടെന്ന് എന്നാണ്. വഫുജാഅതി നിഖ്മതിക, നിഖ്മത്ത് എന്ന് പറഞ്ഞാൽ ഉഖൂബത്ത് എന്നാണ് അർത്ഥം. വഫുജാഅതി നിഖ്മതിക, നിന്റെ ശിക്ഷ പൊടുന്നനെ വരിക, പൊടുന്നനെയുള്ള ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഫുജാഅതി നിഖ്മതിക. നാലാമത്തെ കാര്യം ഏതാണ് കാവൽ ചോദിക്കുന്നത്? വജമീഇ സഖതിക. ജമീഅ് എന്ന് പറഞ്ഞാൽ എല്ലാം. വജമീഇ സഖത്ത്, സഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപം. സഖതിക, നിന്റെ കോപത്തിന് നിമിത്തമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, നിന്റെ കോപത്തിൻ്റെ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അർത്ഥ ആശയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്താണ് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്? റബ്ബേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് മിൻ സവാലി നിഅമതിക, നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊരു നിഅമത്ത് കിട്ടിയാൽ ആ നിഅമത്ത് എപ്പോഴും നിലനിൽക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. ഞാനും നിങ്ങളും മാത്രമല്ല, മനുഷ്യ പ്രകൃതാണത്. ആരാണ് ഒരു നിഅമത്ത് മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുക? ഒരു നിഅമത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ നിഅമത്ത് സദാ നിലനിൽക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നീങ്ങിപ്പോകരുതേ അല്ലാഹ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിഅമത്തുണ്ട്, അത് നീങ്ങിപ്പോകരുതേ. അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ് എന്ന് എന്നോടോ നിങ്ങളോടോ ചോദിച്ചാൽ നമ്മൾ പറയേണ്ട മറുപടി എന്താണ്? ഇസ്ലാം. നിഅമത്തുൽ ഇസ്ലാം, നിഅമത്തുൽ ഹിദായ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ, എന്നിലേക്ക് ചേർത്ത് പറഞ്ഞ, അഥവാ എൻ്റെ നിഅമത്ത് എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ചാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹു പ്രഖ്യാപിച്ചതാണ് അൽ യൗം, ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയാ സമ്പത്ത്, സ്വാധീനം, അധികാരം, ദുന്യാവിൻ്റെ കുറേ സുഖങ്ങൾ, സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ, ഇതൊക്കെയാണ്. പക്ഷേ അള്ളാഹു എൻ്റെ നിഅമത്ത് എന്ന് ചേർത്ത് പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ചാണ്. ആ ദീന് നീങ്ങിപ്പോകുന്നവരവസ്ഥ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരണം, ഏറ്റവും വലിയ ഈ നിഅമത്ത് നമ്മുടെ മനസ്സിൽ കടന്നു വരണം. കാരണം എന്താണെന്നറിയോ? രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫറാണ്. ഇങ്ങനെ അടിക്കടി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷമ്മ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തതും അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതുമായൊരു പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. 5 നേര നിസ്കാരങ്ങളിലൂടെയായി 17 തവണ നിർബന്ധമായി നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ റൂട്ടിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. നിന്റെ പ്രവാചകന്മാർ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സാലിഹികളൊക്കെ നടന്ന വഴി, നിന്റെ അനുഗ്രഹം കിട്ടിയവരവരാണല്ലോ. ആ വഴിയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ.
നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. എത്രത്തോളാണ് അപ്പോൾ ആ ഹിദായത്തിൻ്റെ പ്രാധാന്യം? ഇനി സത്യവിശ്വാസികളായ ആളുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു പറയുന്നില്ലേ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയല്ലേ. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിൻ്റെ ശേഷം. നേർമാർഗത്തിലാക്കിയിട്ട് പിന്നെ അതിന് തെറ്റിപ്പോവുക, അതൊരു വല്ലാത്ത ദുരന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് പോലും വളരെ വിരളമായിട്ടാണെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുർത്തദ്ദുകളായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, നബിൻ്റെ കാലത്ത് തന്നെ മുർത്തദ്ദുകളായിട്ട് പലരും പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ടും ആ കാലത്ത് അതാണ്, ഈ നിഅമത്ത് റബ്ബാണ് വിചാരിച്ചാൽ ഊരിയാണ്ട് എറിയും, ആണ് പോവും, ആർക്കും സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ നിഅമത്തായിട്ട് ഇസ്ലാമാണെന്ന് പറയുന്നത്. കാരണം ആ നിഅമത്തില്ലാതെ വേറെ എന്ത് നിഅമത്തുണ്ടായിട്ട് എന്താ കാര്യം? മറിച്ച് ഒരാൾക്ക് അവരെണ്ണുന്ന മറ്റു നിഅമത്തൊന്നുമില്ല, പക്ഷേ മുസ്ലിമാണ്, മുഅ്മിനാണ്, മുവഹിദാണ്, തൗഹീദുള്ള വ്യക്തിയാണ്, മുസ്ലിമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾക്കല്ലേ വലിയ പവർ ഉണ്ടാകുക. ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഇൻദല്ലാഹ്, ആദരിക്കപ്പെടുന്നവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ആരായിരിക്കും? നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖൻ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ സുന്ദരി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അധികാരി, അധികാരമുള്ള സ്വാധീനമുള്ള രാജാവ് എന്നൊന്നുമല്ല അല്ലാഹു പറഞ്ഞത്. അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖിയായിട്ട് ആരുണ്ടോ അവർക്കാണ് പരലോക കോടതിയിലെ സ്ഥാനം. അപ്പം ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ഇസ്ലാം, മുസ്ലിമായി ജീവിക്കുക, അതിന് തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം റബ്ബേ, നിഅമത്ത് നീങ്ങിപ്പോകുന്നവരവസ്ഥയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമാകുന്ന നിഅമത്തും ആ നിഅമത്തല്ലാത്ത നിഅമത്തും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരണം. നിങ്ങൾ നോക്കൂ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് അന്ന് പോലും മുർത്തദ്ദുകൾ ഉണ്ടായെങ്കിൽ ഏറെ ഫിത്നകൾ. ഒരു മാലമണിയിലെ മണികൾ അതിൻ്റെ ചരടറ്റ് കഴിഞ്ഞാൽ ഒന്നിനു പിറകെ ഒന്നായി ഉതിർന്നു വീഴുന്നത് പോലെ ഫിത്നകളും ഫസാദുകളും ഒന്നിനു പിറകെ ഒന്നായി കുമിഞ്ഞു ഉതിർന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നിരീശ്വരവാദികളായി പോകുന്ന ആളുകൾ എത്രയാണ്? മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു, പക്ഷേ തൗഫീഖില്ല, അവരതിൽ നിന്നൊക്കെ മാറി. അവർ വലിയ അഭിമാനത്തോടെ ഞങ്ങൾ പറയണം, ഞങ്ങൾ എക്സ് മുസ്ലിംസ് ആണ്, എമുക്കൾ എന്നവർ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. എമു, എക്സ് മുസ്ലിംസ്. പണ്ട് ഞങ്ങൾ മുസ്ലിമായിരുന്നു, ഇപ്പം ഇത് രാജിവെച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിരീശ്വര നിർമ്മല നാസ്തിക പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്, ഞങ്ങളതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും നിഷേധിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന എത്രയോ കൂട്ടായ്മകളാണ് ഇപ്പം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമാകുന്ന നിഅമത്താണ് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ എന്തുവാകും? റബ്ബേ, ഈ നിഅമത്ത് എന്നിൽ നിന്ന് നീങ്ങിപ്പോകരുതേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. ആ നിഅമത്താണ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നോക്ക്. അല്ലാഹു പറഞ്ഞില്ലേ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ബോഡികളിൽ തന്നെയും നിങ്ങൾ കാണുന്നില്ലേ? അവർ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? അടി മുതൽ മുടി വരെ, കാൽപാദം മുതൽ മൂർധാവ് വരെ നമ്മുടെ ബോഡിയിൽ ഏതെല്ലാം ഭാഗത്ത് നമുക്ക് കാണുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും മുടങ്ങാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ക്ഷതം സംഭവിച്ചാൽ, ഏതെങ്കിലും ഒരു ഭാഗത്തിനൊരു കേട് സംഭവിച്ചാൽ ലക്ഷങ്ങളും കോടികളുമാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പം എത്രയാണ് നമ്മുടെ ശരീരമാകുന്ന നിഅമത്ത്? എത്രയാണ് ആ നിഅമത്ത്? റബ്ബേ, അതാണ് പോകും. അതുപോലെ തന്നെ സമ്പത്ത്, അത് നിഅമത്ത് തന്നെയാണ്. അധികാരവും സ്ഥാനമാനങ്ങളും നിഅമത്ത് തന്നെയാണ്. പക്ഷേ അതാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. നമുക്ക് അല്ലാഹു നിഅമത്ത് തന്നിട്ടുണ്ടോ ഇല്ലേ എന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ മേലെയുള്ളവരെ നോക്കിയിട്ട് എന്നേക്കാൾ വലിയ രൂപത്തിലുള്ള എമൗണ്ട് ശമ്പളം വാങ്ങുന്നവരെ ഞാൻ നോക്കിയിട്ട്, എന്നേക്കാൾ വലിയ സൗകര്യങ്ങളുള്ള ആളുകളെ ഞാൻ നോക്കിയിട്ട്, ഞാൻ എന്തേ ഇത്ര കാലം ഗൾഫിൽ നിന്ന് പ്രവാസ ജീവിതം നയിച്ചിട്ട് എനിക്കെന്തേ കിട്ടിയതെന്ന് നിരാശപ്പെടുന്ന എത്രയോ ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ അല്ലാഹു തആല പറയുന്നത് എന്താണ്? വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ. നിന്റെ കണ്ണുകളെ നീ നീട്ടരുത്. വലാ തമുദ്ദന്ന, നീ നീട്ടരുത്. നീ ഇങ്ങനെ നോക്കി നീട്ടി ദീർഘദൃഷ്ടി വായിക്കണ്ട, അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ചിട്ട് തലപുണ്ണാക്കണ്ട. എവിടേക്ക്? ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ. ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളും പ്രൗഢികളും അതിൻ്റെ ഏതെല്ലാം ഇനങ്ങളുണ്ടോ ആ ഇനങ്ങൾ കൊണ്ടൊക്കെ ഞാൻ സുഖം നൽകി. അതുപോലെ തന്നെ ആ വിധത്തിലുള്ള സുഖങ്ങൾ നൽകിയിട്ടുള്ള ആളുകളിലേക്ക് നിന്റെ കണ്ണുകളെ നീ നീട്ടിപ്പിടിക്കണ്ട. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ. എനിക്ക് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണടങ്ങാറാക്കണ്ട. സൂറത്തു ത്വാഹയിലെ 131 ആയത്ത്. അതൊക്കെ വലിയ ആശ്വാസം പകരേണ്ട വചനങ്ങളാണ്. മാത്രമല്ല, നമ്മൾ ആരോടാ ഈ പരാതിപ്പെടുന്നത്? എന്തേ അല്ലാ ഞാനിങ്ങനെ, എന്തേ എന്നോടിങ്ങനെ എന്ന് പറയണ്ട. അള്ളയാണ് തീരുമാനിക്കുന്നത്. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു. നിന്റെ റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും കുറേ വിശാലത നൽകാനും കുറച്ച് കുടിച്ചു നൽകാനും ഒക്കെ അവൻ്റെ ഹിക്മത്തുകളുണ്ട്. അതവൻ ചെയ്യും. മാത്രമല്ല, റബ്ബിന്റെ റഹ്മത്ത് വീതിക്കാൻ നമ്മളെ അല്ലാഹ് ഏൽപ്പിച്ചിട്ടുണ്ടോ? റബ്ബല്ലേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും മഈശത്ത് ഇവിടെ വ്യത്യസ്തമാണ്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക നഹ്നു ഖസംനാ മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. റബ്ബ് സൂറത്തു സുഹ്റുഫിലെ 32 ആയത്തിൽ ചോദിക്കുകയാണ്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ റഹ്മത്ത് അവരാണോ വീതിക്കുന്നത്? എന്താ അവർക്ക് അത്ര കൊടുത്ത്, എന്താ എനിക്ക് കിട്ടാഞ്ഞു, അല്ലെങ്കിൽ എന്താ അവർക്ക് ഇത്ര എനിക്കിത്ര എന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് അവകാശം? നിങ്ങളാണ് അത് കൊടുക്കുന്നത്, നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത്? അല്ലാഹ് പറയുന്നു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, അവരുടെ ജീവിത വിഭവങ്ങളെ അവർക്കിടയിൽ വീതിച്ച് ഓഹരി വെച്ചു കൊടുക്കുന്നത് ഈ ലോകത്ത് നമ്മളാണ്. ഫിൽ ഹയാത്തിദ് ദുനിയാ. അപ്പൊ ഇവിടെ കിട്ടിയതിൻ്റെയും കിട്ടാത്തതിൻ്റെയും പേരിൽ നിഗളിപ്പോ അല്ലെങ്കിൽ നിരാശയോ നമുക്ക് വേണ്ട. കിട്ടണത് വലിയ റാഹത്തുണ്ടാവുക, കിട്ടണത് വലിയ റാഹത്തുണ്ടാവുക. അന്നന്നൊക്കെയുള്ള റിസ്ഖ് ഒരാൾക്ക് കിട്ടിയാൽ തന്നെ രാജാവാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാളത്തെ കാര്യം എന്താണെന്നുള്ളത് അല്ലാഹ് തരും. അതിന് വേണ്ട നമ്മൾ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ ടെൻഷൻ എന്നാണ് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യം. അപ്പം അതുകൊണ്ട് നിഅമത്തിൻ്റെ ഓരോ രൂപത്തിലുള്ള നിഅമത്തുകളും എണ്ണിയാൽ ഒടുങ്ങൂല. റബ്ബേ, നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്നതില്ലെന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഇസ്ലാമാകുന്ന നിഅമത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ, ഇന്ന് 5 നേരം ഞാൻ പള്ളിയിൽ ജമാഅത്തിന് പോകുന്നുണ്ട്, ആ അവസ്ഥക്ക് മാറ്റം വരരുതേ. അതുപോലെ തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ആ ഒരു മാനസികാവസ്ഥ മാറരുതേ. അങ്ങനെ എൻ്റെ ദീനെനിക്ക് നഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ മറ്റുള്ള ഏതെല്ലാം നിഅമത്തുകളുണ്ടോ, എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്താണ്, അതേതൊക്കെ വിധത്തിലുള്ളതുണ്ടോ അതൊക്കെ നീങ്ങിപ്പോകരുതേ. നിഅമത്തുൽ അംന്, നിർഭയത്വം എന്ന് പറയുന്ന വലിയ നിഅമത്താണ്. നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുക, ജോലിക്ക് പോകാൻ പറ്റുക, നമുക്ക് ഇബാദത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടുക, അധ്വാനിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ നിർഭയത്വം ഉണ്ടാവുക, ഇതൊക്കെ വലിയ നിഅമത്തല്ലേ. യുദ്ധങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും കൊള്ളകളും കൊള്ളിവെപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ ആളുകൾ എത്ര ഭീതിയോടെ പേടിയോടെയാണ് വീട്ടിൻ്റെ അകത്തും പുറത്തും കഴിയുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പേടിയല്ലേ. അപ്പൊ റബ്ബേ, ഈ നിഅമത്തുകൾ ഒരുപാടാണ്, ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റൂല. ഒരു ഹദീസിന്റെ വിശദീകരണത്തിലും നമുക്ക് എണ്ണാൻ പറ്റൂല എത്രയും നിഅമത്ത്. അല്ലാഹ് പറഞ്ഞതാവാ, ഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ, അതിനെ ക്ലിപ്തപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത് ഇപ്പൊ എണ്ണി പറയാൻ നമുക്ക് പറ്റുമോ? അപ്പൊ നിഅമത്ത് എത്രയാണ്? അതൊരു കടലാണ്.
പക്ഷെ അത് നീങ്ങിപ്പോകരുത് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതൊക്കെ കടന്നു വരണം. വ തഹവ്വുലി ആഫിയതിക, ആ മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാമത്തെ വാചകം ഉൾക്കൊള്ളുന്നത്. വ തഹവ്വുലി, നീങ്ങിപ്പോകൽ, മാറ്റം വരൽ. എന്ത്? ആഫിയതിക, നിന്റെ ആഫിയത്ത്, നീ തന്ന ആഫിയത്ത് നീങ്ങിപ്പോകുക, നീ തന്ന ആഫിയത്തിന് മാറ്റം വരിക, ഒന്ന് മറ്റൊന്നായി മാറുക. ആഫിയത്ത് എന്ന് പറയുമ്പോൾ ദീനിലുള്ള ആഫിയത്തുണ്ട്, ദുന്യാവിലെ ആഫിയത്തുണ്ട്. അത് നമ്മളുടെ പ്രഭാത പ്രദോഷ ദിക്റുകളിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. കണ്ടോ, ദുന്യാവിലും ഉണ്ട് ആഫിയത്ത്, ആഖിറത്തിലും ഉണ്ട് ആഫിയത്ത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ. കണ്ടോ, എൻ്റെ ദീനിലും എൻ്റെ ദുന്യാവിലും ഞാൻ നിന്നോട് ആഫിയത്ത് ചോദിക്കുകയാണ്. ദീനിലും ആഫിയത്തുണ്ട്, ദുന്യാവിലും ആഫിയത്തുണ്ട്. ദീനിൽ ആഫിയത്തും നീങ്ങിപ്പോകരുത്, ദുന്യാവിലെ ആഫിയത്തിനും മാറ്റം വരരുത്. കണ്ടോ, തഹവ്വുലി ആഫിയതിക, ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നു. ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, ആത്മീയ ആരോഗ്യം അതിൽ പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ശാരീരിക ആരോഗ്യമാണ്, ഇപ്പം നമ്മൾക്ക് അസുഖമൊന്നുമില്ല, ഇനി ഒരു അസുഖം ഉണ്ടാകുന്നൊരവസ്ഥ. ഇപ്പം നമ്മളെ കൈകാലുകളൊക്കെ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്നൊരവസ്ഥ. അതുപോലെ തന്നെ പ്രത്യേകമായ നിലക്കുള്ള വേദനകൾ വരുന്ന അവസ്ഥ. വേദനകൾ, രോഗങ്ങൾ, എന്തൊക്കെ രോഗങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ആർക്കാണ് അറിയുക? അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടെസ്റ്റിന് നമ്മൾ വിധേയമാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇന്നൊരു രോഗിയാണെന്നൊക്കെ അറിയുക. അത് അറിയുന്ന നിമിഷം മുതൽ മനുഷ്യൻ പകച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അകത്തും പുറത്തൊക്കെ എത്രമാത്രം ഓർഗൻസ്, എത്രമാത്രം അവയവങ്ങളാണ് അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ വരുന്ന കേടുപാടുകളൊന്നും മെയിൻ്റനൻസ് ചെയ്യാൻ വരെ നമുക്കൊന്നും താങ്ങാനാവാത്ത മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, ആഫിയത്തല്ലേ. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അതനുസരിച്ചുള്ള ഒരു ജീവിതം, മുസ്ലിമായി ജീവിക്കുവാനുള്ള തൗഫീഖ് കിട്ടുക എന്ന നിഅമത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ആഫിയത്ത് ഉണ്ടാകുക എന്നാണ്. വേറെ എന്തും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു ഭാഗത്ത് കിടക്കേണ്ടി വരുന്നൊരവസ്ഥ, എല്ലാവർക്കും ഭാരമായി തീരുന്നൊരവസ്ഥ, അതൊക്കെ വളരെ വളരെ പ്രയാസകരമായ കാര്യമാണ്. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ, ആഫിയത്ത് മാറിപ്പോകുന്നൊരവസ്ഥയില്ലാതെ. അതാണ് വ തഹവ്വുലി ആഫിയതിക, നീ നൽകിയ ആഫിയത്ത് അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിപ്പോവുക, അത് ചേഞ്ച് വരിക. പടച്ചോനെ ഉണ്ടാകരുതേ, നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ വഫുജാഅതി നിഖ്മതിക, നിന്റെ ഉഖൂബത്ത് പെട്ടെന്ന് സംഭവിക്കുക, നിന്റെ ശിക്ഷ പെട്ടെന്ന് വരിക. പല പണ്ഡിതന്മാരും ഇത് പറഞ്ഞെടുത്ത് ഫുജുഅത്തുൽ മൗത്ത്, മൗത്തുൽ, ആ പെട്ടെന്നുള്ള മരണം, പെട്ടെന്ന് മരണം സംഭവിക്കുക, മൗത്തുൽ ഫുജ, പെട്ടെന്ന് മരണം സംഭവിക്കുക. അതൊരു വലിയ ദുരന്തല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നനച്ചിരിക്കാത്ത ഘട്ടത്തിൽ മരണം കടന്നു വരികയാണ്. പെട്ടെന്ന് മരിക്കുമ്പോഴുള്ളൊരു കാര്യം എന്താണ്? ഒരിക്കലും വിചാരിച്ചില്ല, രോഗിയല്ല, ഒന്നുമല്ല, നല്ല ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം കൊണ്ടും അവൻ ഓക്കെയാണ്. പെട്ടെന്ന് മരിക്കുമ്പോൾ അവനൊരു തൗബ ചെയ്യാനുള്ള ഇടമില്ല. അവൻ ഒരുപാട് ആളുകളോട് ഹക്കുകൾ കൊടുത്തു വീട്ടാനുണ്ട്, പലർക്കും കാശ് കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, അത് എഴുതി വെക്കാൻ സമയം കിട്ടിയിട്ടില്ല, ബന്ധപ്പെട്ടവരോട് പറയാൻ പറ്റിയിട്ടില്ല. ഖിയാമത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞില്ലേ, ലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒരു വസിയത്തിനും അവർക്ക് കഴിയൂല, അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാനും കഴിയൂല. നമ്മൾ ഓരോരുത്തരുടെയും ഖിയാമത്താണ് സഹോദരങ്ങളെ മരണം. നമ്മൾ മരിക്കും, എവിടെ വെച്ച് മരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ കുടുംബത്തോടും ബന്ധപ്പെട്ടവരോടൊക്കെ പറയാണ്ടായിരുന്നു, പക്ഷെ അത് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാതെ ഒരാളും കിടന്നുറങ്ങരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ മനസ്സിലാക്കണം. ആ കൽപ്പനയുടെ പ്രാധാന്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ആർക്കെങ്കിലും വല്ലതും എഴുതി വെക്കാനോ വസിയത്തായിട്ട് പറയാനോ ഉണ്ടെങ്കിൽ എഴുതി വെക്കാതെ അവൻ കിടന്നുറങ്ങരുത്, അവനങ്ങനെ എഴുതി വെക്കാത്തൊരവസ്ഥയുണ്ടാകരുത് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. പെട്ടെന്നുണ്ടാകുന്ന അങ്ങനെയുണ്ടാകുന്ന മരണങ്ങളുണ്ട്, തൗബ ചെയ്യാനോ കാര്യങ്ങൾ ഏൽപ്പിക്കാനോ ഒന്നും കഴിയാതെ.
അതുപോലെ തന്നെ പൊടുന്നനെ വരുന്ന, മരണം മാത്രമല്ല പൊടുന്നനെ വരുന്ന, പെട്ടെന്ന് വരുന്ന, നേരത്തെ പറഞ്ഞതുപോലെയുള്ള രോഗങ്ങൾ, പെട്ടെന്ന് സംഭവിക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകൾ, പെട്ടെന്ന് സംഭവിക്കുന്ന അപകടങ്ങൾ എത്രയാ സംഭവിക്കുന്നത്. പെട്ടെന്ന് ആക്സിഡൻറ്റിന് വിധേയമാകുന്നു, പെട്ടെന്ന് പല വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടത്തിൽപ്പെട്ടു പോകുന്നു. നല്ല നിലക്ക് ജീവിച്ചു പോയിരുന്ന എത്രയോ ആളുകൾ, സമ്പന്നതയുടെ എല്ലാ രൂപത്തിലുള്ള സുഖ സൗകര്യങ്ങളിലും ജീവിച്ച്, എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളോടുകൂടെ ജീവിച്ച ആളുകൾ പെട്ടെന്ന് പൊളിഞ്ഞ് പാപ്പറാകുകയാണ്. 5 കാശിന് ഗതിയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാതാവുകയാണ്. എല്ലാം കൊണ്ടും അവർ നഷ്ടത്തിൽപ്പെട്ടു പോവുകയാണ്. പൊടുന്നനെ വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ പൊടുന്നനെ സംഭവിക്കുന്നത്. റബ്ബേ, അങ്ങനെ ഉണ്ടാവരുതേ, നിന്നോട് കാവൽ ചോദിക്കണം. ഇതൊക്കെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കൂ സഹോദരങ്ങളെ. നമ്മൾ ഫുജാഅതി നിഖ്മതിക, നിന്റെ ഉഖൂബത്ത് പെട്ടെന്ന് കടന്നു വരുന്നതില്ലെന്ന്, ശിക്ഷകൾ പെട്ടെന്ന് കടന്നു വരുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. 4-മത് പറയാണ് വജമീഇ സഖതിക, നിന്റെ കോപത്തിൻ്റെ, നിന്റെ എല്ലാ കോപത്തിൽ നിന്നും, ജമീഇ സഖതിക അഥവാ അള്ളാഹുവിൻ്റെ കോപത്തിന് നമ്മെ അർഹരാക്കി തീർക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നും മുഴുവനും. റബ്ബിൻ്റെ കോപം നമുക്കുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെ അള്ളാഹു എണ്ണി പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ. റബ്ബ് കോപിക്കും, റബ്ബ് നമ്മളോട് ദേഷ്യപ്പെടും, അങ്ങേയറ്റത്തെ ദേഷ്യമാണ് അവന് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളില്ലേ. ഷിർക്ക് മുതൽ പിടിച്ചിങ്ങോട്ട് താഴേക്കടയിലുള്ള പാപങ്ങളെന്ന് പറയാവുന്ന എല്ലാ ഇസ്മുകളും ദുനൂബുകളും മഅസിയത്തുകളും ഒക്കെ റബ്ബിൻ്റെ കോപത്തിന് നമ്മെ അർഹരാക്കുന്നതാണ്. റബ്ബേ, അതിനൊന്നുള്ള ഇടണ്ടാവരുതേ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വൻ പാപങ്ങൾ വരരുതേ, നിൻ്റെ കോപത്തിന് കാരണമായി തീരുന്ന മഅസിയത്തുകൾ, പാപങ്ങൾ, ദൻബുകൾ വരരുത് റബ്ബേ, നിൻ്റെ കാവലുണ്ടാകണേ. ലോകം അങ്ങനെയാണ്, എപ്പോഴും ആരും ഏത് അപകടങ്ങളിലും ചെന്ന് ചാടാം, ഏത് പാപങ്ങളിലും ചെന്ന് വീഴാം. റബ്ബേ, നിൻ്റെ കാവലുണ്ടാകണം. ഇതൊക്കെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. അപ്പം അങ്ങനെ നിൻ്റെ കോപത്തിന് കാരണമായി തീരുന്ന വാക്കുകൾ എൻ്റെ അടുത്ത് നിന്നുണ്ടാവാതെ, പ്രവർത്തനങ്ങൾ എൻ്റെ അടുക്കൽ നിന്നുണ്ടാകാതെ, വിശ്വാസങ്ങൾ എൻ്റെ അടുക്കൽ നിന്നുണ്ടാവാതെ, അനുഷ്ഠാനങ്ങളില്ലാതെ, സ്വഭാവങ്ങളില്ലാതെ നിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകണം. ഇതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. ഇത് നമ്മൾ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെയും പ്രാർത്ഥനകളിൽ നമ്മൾ തഹജ്ജുദിൻ്റെ സമയങ്ങളിലും അതുപോലെ തന്നെ ബാങ്ക് ഇഖാമത്തിനിടക്കുള്ള സമയങ്ങളിലും അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകളിലൊക്കെ അല്ലാത്ത സമയങ്ങളിലുമൊക്കെ നമ്മൾ ഈ പഠിച്ച പ്രാർത്ഥനകളൊക്കെ എഴുതി വെക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും ഹൃദിസ്ഥമാക്കുകയും ആശയങ്ങളും അർത്ഥങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മളത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവൽ ചൊരിയുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.